KPMS സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 10 കേന്ദ്രങ്ങളിൽ സെപ്റ്റംബർ 6-ാം തീയതി മഹാത്മാ അയ്യങ്കാളി ഔട്ട് ദിനാഘോഷം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലക്കുടി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 2-ന് ശാഖാ കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലും പതാക ഉയർത്തിക്കൊണ്ട് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സെപ്റ്റംബർ 6-ന് ഔട്ടം ദിനത്തിൽ രാവിലെ പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും സംഘടിപ്പിക്കും. വൈകിട്ട് 3:30-ന് ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിവിധ ശാഖകളിൽ നിന്നുള്ള 500ഓളം പ്രവർത്തകർ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്ര മിനർവ ജംഗ്ഷൻ തിരിഞ്ഞ് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ തയ്യാറാക്കിയ അയ്യങ്കാളി നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരിക്കും. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ കുസുമൻ ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തും. KPMS സംസ്ഥാന ഉപാധ്യക്ഷൻ PN സുരൻ സന്ദേശം നൽകും. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കുമെന്ന് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രക്ഷാധികാരി PN സുരൻ, ജനറൽ കൺവീനർ KP സുബ്രൻ, ട്രഷറർ സുബിത സുനിൽ, KV ഉണ്ണികൃഷ്ണൻ, KS രാജു എന്നിവർ അറിയിച്ചു. KPMSന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനാഘോഷം ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി പൊൻചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടം ദിനത്തിൽ 109 കേന്ദ്രങ്ങളിൽ സമുചിതം ആഘോഷിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒഴികെയുള്ള മന്ത്രിമാർ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ MLA-മാരും MP-മാരും മറ്റ് ജനപ്രതിനിധികളും കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളും പങ്കെടുക്കുന്ന വലിയൊരു ആഘോഷത്തിലേക്കാണ് സെപ്റ്റംബർ മാസം 6-ാം തീയതി കടക്കുന്നത്. പരിഷ്കരണ പ്രവർത്തനത്തിലൂടെ ആർജിച്ച സാമൂഹിക മൂല്യങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വർത്തമാനത്തിലാണ് അവിട്ട ദിനാഘോഷം കടന്നു വരുന്നത്. നിറവും വർണ്ണവും അപരവിദ്വേഷവും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്കറിയാം നമ്മുടെ നാട് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നോക്കി കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ അവസരത്തിൽ നമ്മുടെ ചാലക്കുടിയുടെ ഏറ്റവും വലിയ കലാകാരനായ കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണൻ നേരിട്ട ജാതീയമായ വിവേചനം എത്രമാത്രം ഈ സമൂഹത്തിൽ ഈ സമൂഹം എങ്ങനെയാണ് എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ്. ഇപ്പോൾ തൊട്ടടുത്ത് ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ജാതീയമായ വിവേചനങ്ങൾ ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്.